ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇവരെ ഇരട്ടപ്പെട്ടതോ? ഏകം ന്യൂസ്, സത്യദീപം. ഈ മാർത്തോമാ സ്ലീവായിൽ ക്രിസ്തുമതത്തിൻ്റെതായ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ജീവൻ ഫിലിപ്പിൻ്റെ ഒരു അഭിമുഖം കൊടുത്തിരുന്നു. അതിനൊരു മറുപടി പല വീഡിയോസായിട്ട് ഞാൻ നൽകുകയാണ്. ഞാനിപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ USA ടെക്സാസ് സ്റ്റേറ്റിലാണ്. വളരെ തിരക്ക് പിടിച്ച ഒരു സമയമാണ് ഇത്. എന്നാലും പല കോണുകളിൽ നിന്നും അച്ചോ കുറച്ച് സമയമെങ്കിലും കണ്ടെത്തി ഇതിനൊരു മറുപടി തരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിനൊരു മറുപടി നൽകുകയാണ്. അതിനു മുമ്പ് എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ജീവൻ ഫിലിപ്പിൻ്റെ അഭിമുഖത്തിലേക്ക് പോകുന്നതിന് മുൻപ് 1970 ഒരു PV മാത്യു ആണ് മാർത്തോമാ സ്ലീവ മാനിക്കായനാണ് എന്ന് ആദ്യമായിട്ട് ആരോപിച്ചത്. 1970 70കളിൽ 71 തോന്നുന്നു കൃത്യം ഡേറ്റ്. പിന്നെ 1992 ഒരു PK മാത്യു, 2 മാത്യുമാരാണ്, PK മാത്യു ഏറ്റുമാനൂർ, അദ്ദേഹം അത് ഏറ്റുപിടിച്ചു. 92 ഇപ്പോൾ 90കളിൽ എന്ന് പറയാം. ഇപ്പോൾ 2025 ഒരു ജീവൻ ഫിലിപ്പ്, അന്ന് അസീസി മാസിക, അതാണ് PV മാത്യുവിൻ്റെയും PK മാത്യുവിൻ്റെ ഒക്കെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച് പിന്നെ സത്യദീപവും അത് ഏറ്റുപിടിച്ചു. ഇപ്പോൾ അത് ഏകൻ ന്യൂസും സത്യദീപവും. ഈ മാർത്തോമാ സ്ലീവ മാനിക്കായനാണ് സ്ഥാപിക്കാൻ ഈ വക ആളുകളെ ചട്ടം കെട്ടി ആനയിച്ചു കൊണ്ട് നടക്കുകയാണ് വിമത വൈദികർ. എന്നിട്ട് എന്തുണ്ടായി? 1970കളിൽ PV മാത്യു ഈ മാർത്തോമാ സ്ലീവ മാനിക്കായനാണെന്ന് പറഞ്ഞ കാലത്ത് ഏതാനും പള്ളികളിൽ മാത്രമേ മാർത്തോമാ സ്ലീവ ഉണ്ടായിരുന്നുള്ളൂ. 1990കളിൽ PK മാത്യു അത് ഏറ്റുപിടിച്ചപ്പോൾ അനേകം പള്ളികളിൽ, അതായത് മാർത്തോമാ സ്ലീവ മാനിക്കായനാണെന്ന് PK മാത്യു ഏറ്റുപിടിച്ചപ്പോൾ അല്ലെങ്കിൽ ആരോപിച്ചപ്പോൾ അനേകം പള്ളികളിൽ മാർത്തോമാ സ്ലീവ സ്ഥാപിക്കപ്പെട്ടു. ഇപ്പോൾ 2025 ഈ ജീവൻ മാത്യു മാർത്തോമാ സ്ലീവ മാനിക്കായനാണെന്ന് പറഞ്ഞ് വരുമ്പോൾ മിക്കവാറും എല്ലാ പള്ളികളിലും തന്നെ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒഴികെ മിക്കവാറും എല്ലാ പള്ളികളിലും തന്നെ മാർത്തോമാ സ്ലീവയായി. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഈ ഏകം ന്യൂസിൻ്റെയും വിമത വൈദികരുടെയും കുപ്രചരണങ്ങളെ, അതായത് ഈശോ മിശിഹായും മാർത്തോമാ സ്ലീഹായും സുറിയാനി കത്തോലിക്ക സഭ എന്ന കൽദായ സീറോ മലബാർ സഭയും എതിരിടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അവരിങ്ങനെ കുപ്രചരണങ്ങൾ കൊണ്ടുവരുന്നതനുസരിച്ച് സത്യവിശ്വാസം വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? 70കളിൽ ഏതാനും പള്ളികളിൽ, 90കളിൽ അനേകം പള്ളികളിൽ, ഇപ്പൊ ഏതാണ്ട് എല്ലാ പള്ളികളിലും മാർത്തോമാ സ്ലീവയായി. ലിറ്റർജിയിൽ ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുകയാണ്. പിന്നെ അപ്പോൾ ഒരു കാര്യം എനിക്ക് തിരുത്തി പറയാനുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞൊന്ന് തിരുത്തുകയാണ്. ഏകം ന്യൂസ് സഭാവിരുദ്ധമാണെന്ന് മെത്രാന്മാർ പ്രഖ്യാപിക്കണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മെത്രാന്മാർക്ക് എന്നേക്കാൾ വിവരമുള്ളത് കൊണ്ടും ദൈവഹിതം അറിയാനായിട്ട് കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ടും അവർ അത് ചെയ്തില്ല. അത് നന്നായി. കാരണം ഈ ഏകൻ ന്യൂസും സത്യദീപവും നുണകളും വ്യാജങ്ങളും നിരീശ്വര സംഗതികളും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും പ്രസിദ്ധപ്പെടുത്തുന്നത് കൊണ്ടാണ് എന്നെ പോലുള്ളവർക്ക് സത്യം തേടി പോകാനും അത് സാധാരണ ജനങ്ങളെ അറിയിക്കാനും പിന്നെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വ്യവസ്ഥാപിതമായ നുണപ്രചരണങ്ങളെ പൊളിച്ചടക്കാനും കഴിയുന്നത്. അതിനാൽ ഏകൻ ന്യൂസും സത്യദീപവും അവരുടെ നുണക്കഥകൾ പ്രചരിപ്പിക്കട്ടെ, പ്രസിദ്ധപ്പെടുത്തട്ടെ. അവരുടെ വിശ്വാസ്യത തകരുന്നത് മാത്രമല്ല, സാധാരണക്കാർക്ക് സത്യം അറിയാനുള്ള ഒരു സാധ്യത ഉണ്ടാകുകയാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതെന്ന് പതുക്കം തിരുത്തുകയാണ്. ഏകൻ ന്യൂസ് സഭവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. കാരണം ഒന്ന്, അവർ പറയുന്നത് മുഴുവൻ നുണയാണെന്നുള്ള കാര്യത്തിൽ ആളുകൾക്ക് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞത് നുണയാണെന്ന് കണ്ടെത്താനായിട്ട് എന്നെ പോലുള്ളവർക്ക് സാധിക്കും ചെയ്യുന്നു. കാരണം അവർ ഈ നുണ പറയുമ്പോൾ നമ്മൾ സത്യം തേടി പോകുമല്ലോ. വിമത വൈദികരുടെ ഏകം ന്യൂസിൽ ജീവൻ ഫിലിപ്പുള്ള അഭിമുഖം ഞാൻ കേട്ടു. ജീവൻ ഫിലിപ്പിന്റെ ഗവേഷണ പുസ്തകവും ഞാൻ വായിച്ചു. അതേക്കുറിച്ചൊക്കെ ഞാൻ പറയാം. ഈ 1992 PK മാത്യു നടത്തിയ ആരോപണം ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി അത് മറുപടിയുമായിട്ട് ഞാൻ വരാം.
അതിൽ നിന്ന് അന്തരമുള്ള എന്തെങ്കിലും പുതുമയുള്ള ഒരു സംഗതി ജീവൻ ഫിലിപ്പിന്റെ ഗവേഷണ പഠനത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. നമ്മുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ വന്ന സ്വതന്ത്ര ഗവേഷകനും ഫിസിക്സ്, മാത്തമാറ്റിക്സ്, മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ പഠിച്ചവനും ആയ ജീവൻ ഫിലിപ്പ് സാർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഏകം ന്യൂസിൽ അവതാരകൻ ജീവൻ ഫിലിപ്പിനെ അവതരിപ്പിക്കുന്നത്. ക്രിസ്തുമതത്തിന്റെ ഇന്ത്യയിലെ ഉത്ഭവത്തെക്കുറിച്ച് ഏകദേശം 20 സംവത്സരങ്ങളോളം അദ്ദേഹം നിരന്തരം പഠിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹം ചില പ്രത്യേക ലേഖനങ്ങളെല്ലാം എഴുതി. ഏറെ ശ്രദ്ധേയമായിട്ടുണ്ടത്. ഭാഷാശാസ്ത്രം, പുരാവസ്തുശാസ്ത്രം, ജനിതകശാസ്ത്രം എന്നിങ്ങനെ ആധുനിക ശാസ്ത്രങ്ങളെ ബലത്തോടുകൂടി അദ്ദേഹം നടത്തുന്ന ഗവേഷണങ്ങളും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും ഇത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ടതിന് വേറെ കാരണങ്ങളൊന്നുമില്ല. അദ്ദേഹത്തെ മറ്റുള്ള വിഭിന്നനാക്കുന്നത് ഈ ആധുനിക ശാസ്ത്രങ്ങളുടെ സഹായത്തോടെയുള്ള അദ്ദേഹത്തിന്റെ ചരിത്ര ഗവേഷണം തന്നെയാണ്. ഇങ്ങനെയാണ് ജീവൻ ഫിലിപ്പിനെ അവതാരകൻ പരിചയപ്പെടുത്തുന്നത്. ജീവൻ ഫിലിപ്പ് തന്റെ റെസ്യൂമെ അവതാരകൻ കൊടുത്തിൽ നിന്നായിരിക്കണം അയാളത് നോക്കി വായിക്കുന്നത്. ഏതായാലും രണ്ടുപേരോടും ഏകൻ ന്യൂസിനോടും വിമത വൈദികരോടും ചില ചോദ്യങ്ങൾ ആദ്യമേ തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഈ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതിന്റെ വെളിച്ചത്തിലുള്ള ചോദ്യങ്ങളാണ്. BC 3-ാം സഹസ്രാബ്ദത്തിലാണ് BC 3000 രൂപമെടുത്ത ഭാഷയ്ക്ക് BC 5-ാം നൂറ്റാണ്ടില് ഭാഷ ഉണ്ടായത് ഏതാണ്ട് BC 3-ാം സഹസ്രാബ്ദം 3000, അതിന് മുമ്പുണ്ടാകാം അല്ലേ, 6000 വരെ പോകാം. ഏതായാലും അതിന് ഭാഷാശാസ്ത്രം രൂപപ്പെട്ടത് BC 5-ാം നൂറ്റാണ്ടിലാണ്. അതിന് പരകോടിയിലെത്തിയത് AD 19-ാം നൂറ്റാണ്ടില്. നാം ഇപ്പോൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടില്. അപ്പോ ഇതിനെയാണ് ഈ ഭാഷാശാസ്ത്രം, അതായത് BC 5-ാം നൂറ്റാണ്ടില് പരകോടിയിലെത്തിയത് 19-ാം നൂറ്റാണ്ടില്, ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടില്. ഇതിനെയാണോ ഈ ജീവൻ ഫിലിപ്പോ അല്ലെങ്കിൽ അവതാരകനോ ആധുനിക ഭാഷാശാസ്ത്രം എന്ന് പറയണേ? അത് ഗംഭീരായല്ലോ. ഇത്രമാത്രം വർഷം പഴക്കമുള്ളതിനെ ആധുനികം എന്ന് വിളിക്കുന്നത്. ഈ ഏകൻ ന്യൂസിന്റെ അവതാരകന്റെയും ഈ ജീവൻ ഫിലിപ്പിന്റെ ഒക്കെ വിവരമില്ലായ്മയ്ക്ക് ഒരു തെളിവാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി പുരാവസ്തു ഗവേഷണം. BC 550-ലാണ് പുരാവസ്തു ഗവേഷണം ആരംഭിച്ചത്. എന്നാൽ അതിന്റെ ഏറ്റവും സുവർണ വത്സരം എന്ന് പറയുന്നത് ക്രിസ്തുവർഷം AD 15-16 നൂറ്റാണ്ടുകളാണ്. അത് ശാസ്ത്രീയ രീതി അവലംബിച്ചത്. ഇതിനെയാണോ ആധുനിക ശാസ്ത്ര രീതി എന്ന് പറയണേ? അതായത് ക്രിസ്തുവർഷം 15-16 നൂറ്റാണ്ടുകളിലാണ് പുരാവസ്തു ഗവേഷണം ശാസ്ത്രീയ രീതി അവലംബിച്ചത്. അതിനെയാണോ ആധുനിക രീതി എന്ന് ഈ അവതാരകൻ പറയുന്നത്? ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾ സത്യദീപത്തിൽ 1990-കളിൽ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനങ്ങളില്ലാത്ത ഏതെങ്കിലും ഒരു സംഗതി ഈ വിദ്വാൻ, ഈ ജീവൻ ഫിലിപ്പ് കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ തന്നെ സത്യദീപത്തിന്റെ മുമ്പത്തെ പതിപ്പുള്ളത് വായിച്ചു നോക്കിയാൽ അതിൽ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു സംഗതി ജീവൻ ഫിലിപ്പ് 20 കൊല്ലം അധ്വാനിച്ചിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ? ഞാനത് മുഴുവൻ വായിച്ചിട്ടും ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇനി അവതാരന്റെ ചോദ്യത്തിലേക്ക് പോകാം. പാഹ്ലവി കുരിശ് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുരിശായിട്ട് അൾത്താരയിലും തിരുവസ്ത്രങ്ങളിലും മറ്റും ഉയർത്തിപ്പിടിക്കുന്ന ഉപയോഗിക്കുന്ന കുരിശ്, അതും മാർത്താമ്മ കുരിശും ഒന്നാണോ? ജീവൻ ഫിലിപ്പിന്റെ മറുപടി, അത് 1547-ൽ സെന്റ് തോമസ് മൗണ്ടിൽ എക്സ്കവേറ്റ് ചെയ്തു. 1517-ലാണ് പോർച്ചുഗീസ് അവിടെ ചെല്ലുന്നത്. അതിനുശേഷം തോമസ് ലീഗായെ കബറടക്കി എന്ന് പറയുന്ന സ്ഥലം ഗവേഷണം നടത്തി, ഉദ്ഘാടനം നടത്തി. അവർക്ക് 2 സ്കെലിറ്റനും അസ്ഥികൂടം, ഒരു കുരിശും കിട്ടി. 1547-ലാണ് കുരിശ് കണ്ടെത്തിയത്. കുരിശ് കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. അത് മറിച്ചിട്ടപ്പോൾ അതിൽ പാഹ്ലവി ആലേഖനം ചെയ്ത ഒരു കുരിശ് കണ്ടു. അതുകൊണ്ടാണ് അതിനെ പാഹ്ലവി കുരിശ് എന്ന് വിളിക്കുന്നത്. അവതാരകൻ, 2 സ്കെലിറ്റൻ അസ്ഥികൂടം കിട്ടിയോ? അതെ, 2 അസ്ഥികൂടം. അതെല്ലാം അവരുടെ ഗവേഷണ റിപ്പോർട്ടിലുണ്ട്. ജീവൻ ഫിലിപ്പിന്റെ മറുപടിയാണ്. ആദ്യം ഒരു സ്കെലറ്റൻ, പിന്നെയും കുഴിച്ചപ്പോൾ വേറൊരു സ്കെലറ്റൻ. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒന്ന് തോമസ് ലീഗയുടേതും മറ്റത് ഗുണ്ടഫൻ രാജാവിൻ്റെതും. തോമയുടെ നടപടികൾ എന്ന പുസ്തകത്തിൽ ഗുണ്ടഫൻ രാജാവ് തന്നെ, ആ രാജാവിന്റെ അസ്ഥികൂടം. ഇത് ജീവൻ ഫിലിപ്പിന്റെ വാക്കുകൾ തുടരുകയാണ്. ഇതിലേതാണ് സെന്റ് തോമസിന്റെ അസ്ഥികൂടം? അതെങ്ങനെ തിരിച്ചറിയും? അപ്പോൾ ഒരു ഗവേഷകൻ പറഞ്ഞു, ഒരു സ്കെലറ്റൻ ബ്രൗൺ കളറാണ്, മറ്റൊരു സ്കെലറ്റൻ ഫെയർ കളറാണ്. ബ്രൗൺ കളറുള്ളത് ഇന്ത്യയിലെ ഗുണ്ടഫൻ രാജാവിന്റെയും ഫെയർ കളറുള്ളത് തോമസിന്റേതെയും. അങ്ങനെ നിശ്ചയിച്ചു.
കിട്ടിയ കുരിശ് തോമാസ്ലിഗയുടെയാണെന്ന് അവർ തീരുമാനിച്ചു. ഇതിൽ ഫെയർ കളറുള്ള അസ്ഥികൂടം ഗോവയിലേക്ക് മാറ്റി അത് വണങ്ങാൻ തുടങ്ങി. ഈ പാഹ്ലവി ജീവൻ ഫിലിപ്പിന്റെ വാക്കുകൾ തുടരാണ്. പാഹ്ലവി കുരിശ് കണ്ടെടുത്തു. ഈ പാഹ്ലവി ആലേഖനം ചൈനയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട സാൾട്ടർ പാഹ്ലവി അല്ല, ബുക്ക് പാഹ്ലവിയാണ്. സാൾട്ടർ പാഹ്ലവി 6-7 നൂറ്റാണ്ടുകളിലെ, ബുക്ക് പാഹ്ലവിയേക്കാൾ പുരാതനമാണ് സാൾട്ടർ പാഹ്ലവി. സൊറവാസ്ട്രിയൻ മതക്കാരാണ് ബുക്ക് പാഹ്ലവി കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. ഈ കുരിശിലുള്ളത് ബുക്ക് പാഹ്ലവിയാണ്. ക്രിസ്തു മതക്കാർ ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റും കുരിശിൽ ഉപയോഗിച്ച സ്ക്രിപ്റ്റും രണ്ടും രണ്ടാണ്. ജീവൻ ഫിലിപ്പ് പറയാണ്, ക്രിസ്തു മതക്കാരുടേതായിരുന്നു ഈ കുരിശെങ്കിൽ ഇതിൽ ഉപയോഗിക്കേണ്ടിരുന്നത് സാൾട്ടർ പാഹ്ലവിയാണ്, ബുക്ക് പാഹ്ലവി അല്ല. ക്രിസ്ത്യാനികൾ പാഴ്സികൾ ഉപയോഗിച്ചിരുന്നത് സാൾട്ടർ പാഹ്ലവിയാണ്. ക്രിസ്തുമത സ്ക്രിപ്റ്റ് സാൾട്ടർ പാഹ്ലവിയാണ്. എന്നാൽ ഇതിലുള്ളത് ബുക്ക് പാഹ്ലവിയാണ്. ഇതൊക്കെയാണ് ജീവൻ ഫിലിപ്പിന്റെ വാദഗതികൾ. ഇത് തർജ്ജമ ചെയ്യാൻ പലരും ശ്രമിച്ചു. 1500-കളിൽ തന്നെ ആദ്യത്തെ പരിഭാഷ വരുന്നത് ഒരു കാനറ ബ്രാഹ്മൺ എന്ന ആള് കൊണ്ടുവന്ന ഒരു പണ്ഡിതൻ്റെതാണ്. അദ്ദേഹം തർജ്ജമ നടത്തി. എന്നാൽ അത് ചുവയില്ല. പിന്നെ 1873-74 കാലയളവിൽ AC ബെർണലാണ് 1873-74 ആദ്യമായി ഇത് പാഹ്ലവി ലിപിയാണ് കണ്ടെത്തിയത്. അദ്ദേഹം തന്നെ അത് വായിക്കേണ്ട രീതിയും നിർദ്ദേശിച്ചു. 2014 ശിലാനന്ദ ഹേമരാജ് അലഹബാദ് കലാലയത്തിലെ പ്രൊഫസർ തർജ്ജമ ചെയ്തു. 17 ആളുകളോളം ഇത് പരിഭാഷപ്പെടുത്തി. എല്ലാം വ്യത്യസ്തമാണ്, ഒന്നും മറ്റൊന്നിനോട് യോജിക്കുന്നില്ല. ചിലർ ഇവിടെ അടങ്ങിയിരിക്കുന്ന കഥകളോടൊപ്പിച്ച് തർജ്ജമ ചെയ്യുന്നു. ഇത്രയുമാണ് ജീവൻ ഫിലിപ്പിന്റെ വാക്കുകൾ. നമുക്ക് എന്നിട്ട് ഈ പാഹ്ലവി എന്ന് പറയുന്ന ആ ലിഖിതത്തിന്റെ വെളിച്ചത്തിലാണ് ഇത് മാനിക്കാൻ കുരിശാണെന്ന് ജീവൻ ഫിലിപ്പ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇതിലത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഈ ജീവൻ ഫിലിപ്പ് മാർ തോമസ് ലീവ മാനിക്കാനാണെന്ന് പറയുന്നതിന്റെ വെളിച്ചത്തിൽ, എന്തിന്റെ വെളിച്ചത്തിലാണ്? ഇതിലെ ലിഖിതം, പാഹ്ലവി ലിഖിതം അത് മാനിക്കാനാണ് എന്നതിന്റെ വെളിച്ചത്തിലാണ്. അപ്പൊ നമുക്ക് അതിനുള്ള മറുപടി, മറ്റെല്ലാത്തിനും നമ്മൾ മറുപടി കൊടുത്താൽ അത് ഒരുപാട് നീണ്ടുപോകും എന്നതുകൊണ്ടാണ്. എല്ലാത്തിനും നമ്മുടെ കയ്യിൽ മറുപടി ഉണ്ട്. ഇപ്പൊ ഈ മാനിക്കയൻ കുരിശാണ് മാർ തോമസ് ലീവ എന്ന് പറയാനായിട്ട് ജീവൻ ഫിലിപ്പ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് പാഹ്ലവി ലിഖിതമാണല്ലോ. അതിനൊക്കെയുള്ളൊരു മറുപടി ഞാൻ പറയാം. ജീവൻ ഫിലിപ്പ് ഒരു കാര്യം സമ്മതിച്ചല്ലോ, എന്താണ്? ഇതൊരു പ്രാചീന ലിപിയാണ്. ആർക്കും കൃത്യമായി തർജ്ജമ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുന്നുമില്ല. ഓരോരുത്തരുടെ നിലപാടനുസരിച്ച് വളച്ചൊടിച്ച് ഭാഷാന്തരം ചെയ്യുകയാണ്. ജീവൻ ഫിലിപ്പിന്റെ അതേ വാക്കുകൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ആദ്യമായി ഈ ലിപി കണ്ടെത്തിയത്, ഈ കുരിശ് കണ്ടെത്തിയിട്ട് 300 വർഷങ്ങൾക്ക് ശേഷമാണ്, 300 ചില്ലാനും വർഷങ്ങൾക്ക് ശേഷമാണ്. 1547 മാർ തോമസ് ലീവ കണ്ടെത്തിയെങ്കിലും 1873-74 കാലയളവിൽ AC ബെർണലാണ് ഇത് പാഹ്ലവി ലിപിയാണെന്ന് തന്നെ കണ്ടെത്തിയത്. അദ്ദേഹം അതെങ്ങനെ വായിക്കേണ്ടതിനൊരു രീതി ആവിഷ്കരിച്ചു. അദ്ദേഹം ഒരു തർജ്ജമ നൽകി. 17ഓളം തർജ്ജമകൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് മറ്റൊന്നിനോട് യോജിക്കുന്നില്ല. ഇപ്പം അവസാനം ഈ ശിലാനന്ദ ഹേമാനന്ദ് എന്ന് പറയുന്ന ഒരാൾ 2014 തർജ്ജമ ചെയ്തു അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ. അതാണ് ഏറ്റവും ശരി എന്നാണ് ഈ ജീവൻ ഫിലിപ്പിന്റെ നിഗമനം. എന്തോ ആകട്ടെ, ഈ 17ഓളം തർജ്ജമകൾ ഉണ്ടായിട്ടും ഒന്നിനോട് യോജിക്കുന്നില്ലെന്ന് ജീവൻ ഫിലിപ്പ് പറയുന്നു. അപ്പൊ ഇപ്പൊ ഈ പറയുന്ന ഈ തർജ്ജമയുണ്ടല്ലോ, ശിലാനന്ദ ഹേമരാജിന്റെ തർജ്ജമ, അതും ശരിയാണെന്ന് എങ്ങനെ ഊഹിക്കാൻ പറ്റും ജീവൻ ഫിലിപ്പെ? പറ്റുമോ? അദ്ദേഹം തന്നെയും ഇങ്ങനെ പല തരത്തിൽ വായിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊരു പ്രാചീന ലിപി ആയതുകൊണ്ടും കൃത്യമായിട്ട് വായിക്കാൻ പറ്റാത്തത് കൊണ്ടും ഇതേക്കുറിച്ച്, ഈ പാഹ്ലവി ഭാഷയെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ അതുകൂടി കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഒരേ സംഗതിയെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരു തർജ്ജമ, ഒരു ലിപി. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ലിപിയും ശരിയാണ്, അല്ലെങ്കിൽ ലിഖിതവും ശരിയാണ്, തർജ്ജമ ശരിയാണെന്ന് പറയാൻ ജീവൻ ഫിലിപ്പിന് ഉറപ്പിച്ച് പറയാൻ എങ്ങനെ കഴിയും? കാര്യം മനസ്സിലായോ? ഞാൻ ഇദ്ദേഹം പറയുന്ന 2 സംഗതി, ജീവൻ ഫിലിപ്പിന്റെ വീക്ഷണത്തിൽ 2 സംഗതികളൊന്നും വെറുതെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്കത് മുഴുവൻ മനസ്സിലാക്കുമെന്നൊക്കെ അറിഞ്ഞുകൂടാ. ഗേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരാൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആ തർജ്ജമ എങ്ങനെയാണ്? മേ അവർ ലോർഡ് ഹാവ് മെർസി ഓൺ ഗബ്രിയേൽ സൺ ഓഫ് കഹർബോക് ഗ്രാൻഡ് സൺ ഓഫ് ദുർസാദ് ഹു മേഡ് ദിസ് ക്രോസ്. ഈ സ്ലീവ് ഉണ്ടാക്കിയ ദുർസാദിന്റെ
ഈ തർജ്ജമ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ശിലാനന്ദ ഹേമാനന്ദ് നൽകുന്ന തർജ്ജമ എങ്ങനെയാണ്? ഇത് ജീവൻ ഫിലിപ്പിന്റെ പുസ്തകത്തിലുള്ളതാണ്. മൈ ലോർഡ് ഈസ് മെസായ ആൻഡ് ലൈഫ് ഗിവർ ഹു ബി പ്രൈസ്ഡ് ഓൾവേസ് ഫോർ സേവിംഗ്. ക്രൂസിഫിക്ഷൻ ദ ലോർഡ് എൻഡ്യൂർഡ് ഫോർ റിഡീമിംഗ് അസ്. എന്റെ കർത്താവും മിശിഹായും ജീവദായകനുമാണ്. രക്ഷിച്ചതിന് അദ്ദേഹത്തെ എപ്പോഴും സ്തുതിക്കണം. നമ്മെ വീണ്ടെടുക്കാനാണ് കർത്താവ് ക്രൂശമരണം സഹിച്ചത്. ഇതാണ് ശരിയായ തർജ്ജമ എന്ന് പറയുന്നു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഏറ്റവും ആദ്യം തർജ്ജമ ചെയ്തത് AC ബെർണൽ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനാണ്. ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ജീവൻ ഫിലിപ്പിന്റെ പൊള്ളത്തരങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുക. വീണ്ടും ജീവൻ ഫിലിപ്പിന്റെ വാക്കുകളിലേക്ക് പോകുകയാണ്. പാലബി കുരിശ് മാർത്തോമ കുരിശാണോ എന്ന് ചോദിച്ചല്ലോ. മാർത്തോമസ് ലീഹ മരിച്ചെന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് കിട്ടിയത് കൊണ്ട് മാർത്തോമസ് ലീഹ സ്വന്തം കൈകൊണ്ട് കൊത്തിയെടുത്ത കുരിശാണെന്ന് സഭാധികാരികൾ അവകാശപ്പെടുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ജീവൻ ഫിലിപ്പെ, ഒരു ചോദ്യം. ഏതെങ്കിലും സഭാധികാരി ചൂണ്ടിക്കാട്ടാമോ ഇങ്ങനെ ചെയ്തത്? അതായത് മാർത്തോമാസ് ലീഹ സ്വന്തം കൈകൊണ്ട് കൊത്തിയെടുത്ത കുരിശാണെന്ന് ഏതെങ്കിലും സഭാധികാരികൾ എപ്പോഴെങ്കിലും അവകാശപ്പെടുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ ജീവൻ ഫിലിപ്പെ? ഞാൻ ആവർത്തിക്കുക. മാർത്തോമാസ് ലീഹ സ്വന്തം കൈകൊണ്ട് കൊത്തിയെടുത്ത കുരിശാണ് മാർത്തോമാസ് ലീഹ എന്ന് ഏതെങ്കിലും സഭാധികാരികൾ എപ്പോഴെങ്കിലും അവകാശപ്പെടുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ജീവൻ ഫിലിപ്പ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? മാർത്തോമാസ് ലീഹ എന്ന പേര് വരുന്നത് തന്നെ അന്തോണിയോ ഗുവേയ അതിന് അങ്ങനെ പേരിട്ടത് കൊണ്ടാണ്, പോർച്ചുഗീസുകാരൻ. പിന്നെ കാരണമുണ്ട്, മാർത്തോമസ് ലീഹായെ അടക്കിയ സ്ഥലത്ത് കിട്ടിയത് കൊണ്ട്. പക്ഷേ മാർത്തോമസ് ലീഹ കൊത്തി ഉണ്ടാക്കിയ കുരിശാണെന്നും മാർത്തോമസ് ലീഹ പാലസ്തീനിൽ നിന്ന് കൊണ്ടുവന്ന കുരിശാണെന്നും ഒരു സഭാധികാരിയും ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എറണാകുളത്ത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് പൗത്തിൽ പിതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൽദായവാദിക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പരത്തി അതെല്ലാം തെറ്റാണ് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. തെറ്റായ അവകാശവാദങ്ങളൊന്നും തന്നെ കൽദായക്കാർ ഉന്നയിച്ചിട്ടില്ല, പൗത്തിൽ പിതാവ് ഉന്നയിച്ചിട്ടില്ല, അവകാശപ്പെട്ടിട്ടില്ല. നിങ്ങൾ വെറുതെ അത് പറഞ്ഞുണ്ടാക്കണ്ട. തോമാസ് ലീഹ കൊത്തി ഉണ്ടാക്കിയ കുരിശാണെന്നും തോമാസ് ലീഹ പാലസ്തീനിൽ നിന്ന് കൊണ്ടുവന്ന കുരിശാണെന്നും പൗത്തിൽ പിതാവോ ഒരു കൽദായവാദികളോ അവകാശപ്പെട്ടിട്ടില്ല. കൽദായവാദികൾ അവകാശപ്പെട്ടിട്ടുണ്ടെന്നും നിങ്ങൾ അവകാശപ്പെടുന്നതാണ്, അല്ലാതെ ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല അത്. പിന്നൊരു കാര്യം, തോമസ് ലീഹ രക്തസാക്ഷിയെ മരിച്ചു വീണത് മൈലാപ്പൂരിലെ ഈ സ്ഥലത്താണ് എന്ന കാര്യം സാധാരണക്കാരെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അത് സത്യമല്ലെന്ന് പറയാൻ ജീവൻ ഫിലിപ്പിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? തോമസ് ലീഹ മരിച്ചു വീണത് മൈലാപ്പൂരിലെ പാറയിലാണ്. അത് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു, അത് ശരിയാണ്. അതല്ലെന്ന് പറയാൻ ജീവൻ ഫിലിപ്പിന്റെ കയ്യിൽ ഒരൊറ്റ തെളിവെങ്കിലും ഉണ്ടോ? വീണ്ടും ജീവൻ ഫിലിപ്പിന്റെ വാക്കുകളിലേക്ക്. പിന്നെ ആ കുരിശിൽ നിന്ന് രക്തം വാർന്നുവെന്നായി. അപ്പോൾ അത് ബ്ലീഡിംഗ് ക്രോസ് ആയി, രക്തമുയർത്ത കുരിശ്. വണങ്ങാൻ വേണ്ടിയായിരുന്നു അങ്ങനെ പറഞ്ഞുണ്ടാക്കിയത്. പക്ഷേ ഇതിനെക്കുറിച്ച് എഴുതി അറിയിച്ചപ്പോൾ റോമിലെ പണ്ഡിതർ ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ജീവൻ ഫിലിപ്പെ, എന്തെങ്കിലും ന്യായമുണ്ടോ താങ്കൾ ഈ പറയുന്ന കാര്യത്തിൽ? റോമ എതിർത്തെങ്കിൽ, അതായത് ഈ രക്തം വിയർത്ത കുരിശാണ് ഇത് എന്നുള്ള കാര്യം റോമ എതിർത്തെങ്കിൽ, രണ്ട് ചോദ്യങ്ങൾ ജീവൻ ഫിലിപ്പിനോടുണ്ട്. ഒന്ന്, 1959 റോമിൽ നിന്ന് അച്ചടിച്ച് തന്ന ഓർഡോയില്, അത് ഞാൻ എന്റെ വീഡിയോയിൽ പല പ്രാവശ്യം നിങ്ങൾ ഞാൻ കാണിച്ചിട്ട് തന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ അമേരിക്കയിൽ ആ പുസ്തകം ഇല്ല, അതിരിക്കുന്നത് പോളണ്ടിലാണ്. ആ പുസ്തകം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. റോമിൽ നിന്ന് അച്ചടിച്ച് തന്ന ഓർഡോയില് മാർത്തോമാസ് ലീഹ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ റോമിൽ നിന്ന് അച്ചടിച്ച് തന്ന ആ പുസ്തകത്തിൽ മാർത്തോമാസ് ലീഹ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോമ അതിനെ എതിർത്തു എന്ന് പറയുന്നതിന് ന്യായം എന്താണ്? ഒന്ന്. രണ്ട്, ഈ അത്ഭുത കുരിശ്, രക്തം വിയർത്ത കുരിശിന്റെ തിരുനാള് ആഘോഷിക്കണമെന്ന് പഞ്ചാംഗത്തില് റോമിൽ നിന്ന് അപ്രൂവ് ചെയ്ത് വന്നിരിക്കുന്ന പഞ്ചാംഗത്തിൽ എഴുതിയിട്ടുണ്ട് ഡിസംബർ 18. റോമ ഇതിനെ എതിർത്തിരുന്നെങ്കിൽ എന്തിനാണ് ഡിസംബർ 18 രക്തം വിയർത്ത ആ അത്ഭുത കുരിശിന്റെ തിരുനാൾ ആഘോഷിക്കണമെന്നും അതിന് പഞ്ചാംഗത്തിൽ ഉൾപ്പെടുത്തണമെന്നും
റോമിൽ നിന്ന് അംഗീകാരം നൽകിയത്? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണ്ടായിരുന്നോ ഈ ഗവേഷണം നടത്തിയെന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം അടിച്ചിങ്ങനെ ചാനൽ ചർച്ചയ്ക്കൊക്കെ വരാൻ? ഈ പുസ്തകങ്ങളൊക്കെ അവൈലബിൾ ആണ്, എൻ്റെ കയ്യിലുണ്ട്. പഞ്ചാംഗമൊക്കെ ഒന്ന് എടുത്ത് നോക്ക്. പള്ളി പോകുന്നില്ലെങ്കിലും ഈശോയിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും രേഖകളൊക്കെ പരിശോധിക്കാലോ ജീവൻ ഫിലിപ്പേ. അപ്പോഴല്ലേ നിങ്ങളുടെ ഈ വാദഗതികൾക്കൊരു ജീവൻ ഉണ്ടാകൂ. ഇത് അലസിപ്പോയ ജീവനാണല്ലോ. ജീവൻ ഫിലിപ്പ് ഇന്ന് വീണ്ടും അദ്ദേഹം പറയാണ്, റോമിലെ പണ്ഡിതർ ഇങ്ങനെ ചോദിച്ചു, ഇറ്റലിയിലെ ഓർത്തോണയിൽ തോമസിന്റെ അസ്ഥി ഫുൾ സ്കെലിട്ടൺ വണങ്ങുന്നു, ഒരാൾക്ക് 2 അസ്ഥി കൂടങ്ങളോ? നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? മാർ തോമസ് ലീവ. എന്താണ് ജീവൻ ഫിലിപ്പിന്റെ മറുപടി? തോമസിന്റെ അസ്ഥികൂടം. മനസ്സിലായോ? നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർ തോമസ് ലീവ. ജീവൻ ഫിലിപ്പ് മറുപടി പറയുന്നത് മാർ തോമസ് ലീഹയുടെ അസ്ഥികൂടം. എങ്ങനെയുണ്ട് ബുദ്ധി? വീണ്ടും ജീവൻ ഫിലിപ്പിന്റെ വാക്കുകൾ. അപ്പോൾ 2 ഗ്രൂപ്പായി തിരിഞ്ഞു. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. അന്ന് മുതൽ ഗവേഷകർ 2 ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് പറയുന്നു മാർ തോമസ് ലീവ ക്രിസ്ത്യാനികളെ കുറിച്ചാണെന്ന്, മറ്റൊരു ഗ്രൂപ്പ് പറയുന്നു തീർത്തും അങ്ങനെ പറയാൻ പറ്റില്ലെന്ന്. അപ്പൊ ജീവൻ ഫിലിപ്പിന്റെ ഗ്രൂപ്പ് ഏതാണ്? ജീവൻ ഫിലിപ്പ് സമ്മതിച്ചല്ലോ 2 ഗ്രൂപ്പ് ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ. ഗവേഷകൻ 2 ഗ്രൂപ്പാണ്. ഈ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വിശ്വസിക്കുന്ന 2 ഗ്രൂപ്പാണ്. ജീവൻ ഫിലിപ്പിന്റെ ഗ്രൂപ്പ് ഏതാണ്? അപ്പൊ ജീവൻ ഫിലിപ്പ് ഒരു ഗ്രൂപ്പിന്റെ ആളാണല്ലോ. ഇങ്ങനെ 2 ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഏറ്റു പറഞ്ഞത് വളരെ നന്നായി. ഒരു ഗ്രൂപ്പ് പറയുന്നു മാർ തോമസ് ലീവ ക്രിസ്ത്യാനികളുടെ കുരിശാണെന്ന്. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വിമത വൈദികരൊഴികെ ബാക്കി എല്ലാ സുറിയാനി കത്തോലിക്കരുമാണ്. ഞാൻ ആവർത്തിക്കുക, ഒരു ഗ്രൂപ്പ് പറയുന്നു ജീവൻ ഫിലിപ്പിന്റെ അഭിപ്രായത്തില് മാർ തോമസ് ലീവ ക്രിസ്ത്യാനികളുടെ കുരിശാണെന്ന്. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 55 ലക്ഷം ക്രിസ്ത്യാനികളാണ്. തീർത്തും അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ജീവൻ ഫിലിപ്പ് പറയുന്നു. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വിമത വൈദികര്, 300-ൽ താഴെ ആളുകൾ. ഇത് മാർ തോമസ് ലീവയെ ആണ് എന്ന് വിശ്വസിക്കുന്നത്, ക്രിസ്ത്യാനിയുടെ കുരിശാണെന്ന് വിശ്വസിക്കുന്നത് 55 ലക്ഷം വിശ്വാസികൾ. ഇത് അങ്ങനെ തീർത്തും പറയാൻ കഴിയില്ലെന്ന് പറയുന്നത് 300ഓളം വരുന്ന വിമത വൈദികര് മാത്രം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരിൽ ചിലര്, അതും തോമസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഇടമറുകാണ്, നിരീശ്വരൻ. അത് ഏറ്റുപിടിച്ച് തേലക്കാട്ടച്ചനും അങ്ങനെയുള്ള വിമത വൈദികരും തോമസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് വാദിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വിമത വൈദികരും അവരെ കൂടെ നിൽക്കുന്ന അൽമായ മുന്നേറ്റക്കാരും അല്ലാതെ മറ്റാരും മാർ തോമസ് ലീവ മാനിക്കായനാണെന്ന് വിചാരിക്കുന്നില്ല. ജീവൻ ഫിലിപ്പും അതേ ഗ്രൂപ്പുകാരനാണ്. ഏത് ഗ്രൂപ്പ്? ഇടമറക്, നിരീശ്വരവാദി ഇടമറക്, യുക്തിവാദികള്, പിന്നെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതര്, അവരുടെ കൂട്ടത്തിൽ ജീവൻ ഫിലിപ്പ്. എന്റെ ബലമായ സംശയം ഈ വിമതര് കാശ് കൊടുത്ത് ജീവൻ ഫിലിപ്പിനോട് പറയിപ്പിക്കുകയാണോ, ഗവേഷണത്തിന് അയച്ചോ എന്ന സംശയമുണ്ട് എനിക്ക്. സംശയമാണ്, ഉറപ്പൊന്നുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുകയും ഈശോ മിശിഹായെ രക്ഷകനും ദൈവമായി അംഗീകരിക്കുകയും അവന്റെ അപ്പസ്തോലനായ തോമസ് ലീഗ ഇന്ത്യയിൽ വന്നുവെന്ന് അറിയുകയും അവന്റെ സഭയെ സ്നേഹിക്കുകയും ചെയ്യുന്ന സുറിയാനി കത്തോലിക്കര് എന്ന് പറയുന്ന സീറോ മലബാർ സഭ, ആ സഭയുടെ കാതലായ വിശ്വാസത്തിന്റെ ഭാഗമാണ് മാർ തോമസ് ലീവ. അത് ആ പ്രഘോഷിക്കുന്ന ക്രിസ്തീയ ദൈവശാസ്ത്രം വളരെ ഗംഭീരമാണ്. അതേക്കുറിച്ച് ഞാൻ 2 വീഡിയോസ് സാമാന്യം ദൈർഘ്യമുള്ള 1.5 മണിക്കൂർ വീതമുള്ള അല്ലെങ്കിൽ 1.25 മണിക്കൂർ വീതമുള്ള 2 വീഡിയോസ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. കാണാത്തവർ കാണുക, പഠിക്കാൻ താല്പര്യമുള്ളവരത് അത് കാണുക. വീണ്ടും ജീവൻ ഫിലിപ്പിന്റെ വാക്കുകൾ. ലേറ്റസ്റ്റ് ഗവേഷണ പ്രകാരം അത് മാനിക്കാൻ കുരിശാണ്. മാനിക്കയൻ ഓണ്ടോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്, അതായത് സത്താമീമാംസ പ്രകാരമുള്ള തത്വങ്ങളാണ് അതിന് സിമ്പിള്, പ്രതീകങ്ങള്. ഈ ഓണ്ടോളജിക്കൽ എന്ന വാക്കൊക്കെ കേട്ടപ്പോൾ സാധാരണ പ്രേക്ഷകർക്ക് ഈ തത്വചിന്തയൊന്നും മനസ്സിലാകില്ലെന്ന് വിചാരിച്ചിട്ടാകണം ഉടനെ തന്നെ അവതാരകൻ ഇടപെട്ട് ചോദിച്ചു, മാനിക്കായും കുരിശും മാർത്താമ കുരിശും ഒന്നാണോ? അപ്പൊ ജീവൻ ഫിലിപ്പിന്റെ ഉത്തരം അതെ, ഒന്നാണ്. മാർത്താമ കുരിശെന്ന് ആദ്യകാലത്ത് അതിന് പേരിട്ടു എന്നേ ഉള്ളൂ, അത് മാനിക്കായും കുരിശാണ്.
ക്രിസ്തു മതവുമായി അതിന് പുലബന്ധം പോലുമില്ല. ക്രിസ്തു മതത്തിൻ്റെതായി ഒന്നും അതിനകത്തില്ല. അപ്പൊ അവതാരകൻ ആ കുരിശന്റെ കാർബൺ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം അത് 6-ാം നൂറ്റാണ്ടിലോ മറ്റോ ജീവൻ ഫിലിപ്പ് 6 മുതൽ 9 വരെ നൂറ്റാണ്ടുകളിൽ എപ്പോൾ വേണമെങ്കിലും ആകാം. 6-ൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ജീവൻ ഫിലിപ്പ് പറയാണ് മിക്കവാറും അത് 8-9 നൂറ്റാണ്ടുകൾ ഉണ്ടാക്കപ്പെട്ട കുരിശായിരിക്കാനാണ് സാധ്യത. ഉടൻ അവതാരകൻ അങ്ങനെയെങ്കിൽ തീർച്ചയായും തോമസ് ലീഗ കൊണ്ടുവന്ന കുരിശല്ല ഇത്, അല്ലേ? നിങ്ങൾക്ക് ചിരിച്ച് മണ്ണ് കപ്പാൻ തോന്നുന്നില്ലേ? അവതാരകന്റെ ചോദ്യം കേട്ടോ, അവസാനത്തെ ഭാഗം. തോമസ് ലീഗ കൊണ്ടുവന്ന കുരിശല്ല അല്ലേ ഇത്? തോമസ് ലീഗ കൊണ്ടുവന്ന കുരിശാണിതെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ അവതാരക? തോമസ് ലീഗ പാലസ്തീനിൽ നിന്ന് കൊണ്ടുവന്ന കുരിശാണ് മാർ തോമസ് ലീവ എന്ന് ഏതെങ്കിലും സഭാധികാരിയോ ഏതെങ്കിലും മെത്രാനോ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും മണ്ടത്തരവുമായിട്ടാണോ നിങ്ങൾ ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നത്? ഇത് നാട്ടുകാരൊക്കെ കാണുന്നതല്ലേ? അവർക്ക് ബുദ്ധിയും ബോധമുള്ള കാര്യമൊന്നും നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് ബുദ്ധിയും ബോധമില്ല, പക്ഷെ കേൾക്കുന്നവർക്കുണ്ടാവില്ലേ? ഇനി രണ്ടുപേരുടെ ഒരു ചോദ്യം. ഈ കാർബൺ ടെസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? എനിക്ക് തോന്നുന്നത് KM ഫ്രാൻസിസ് സാർ അതിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടത്. ഞാൻ ആ വീഡിയോ കണ്ടില്ല, ആരോ പറഞ്ഞു കേട്ടു. ഈ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ KM ഫ്രാൻസിസ് സാർ മറുപടി കൊടുത്തിട്ടുണ്ടാകും. ഞാൻ എൻ്റെ അറിവനുസരിച്ച് പറയാം. പാറകളുടെയോ കല്ലുകളെയോ പ്രായം കണക്കാക്കാൻ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നുവെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? ഈ അവതാരകരോടും ഈ ജീവൻ ഫിലിപ്പിനോടും. 50,000 സംവത്സരങ്ങൾക്ക് അപ്പുറത്തുള്ള സംഗതികളുടെ പ്രായം നിശ്ചയിക്കാനാണ് കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുക. 50,000 വർഷങ്ങൾക്ക് അപ്പുറമുള്ള സംഗതികളുടെ പ്രായം നിശ്ചയിക്കാൻ. സാധാരണഗതിയിൽ പാറകളും കല്ലുകളും അതിനേക്കാൾ ഏറെ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇനി ഒരു പാറയുടെയല്ല, അതിൽ കൊത്തുപണികളുടെ പഴക്കമാണ് നിശ്ചയിക്കേണ്ടതെങ്കിൽ കാർബൺ ഡേറ്റിംഗ് അല്ല ഉപയോഗിക്കുക. മൈക്രോസ്കോപ്പി, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, മൈക്രോ അനാലിസിസ് തുടങ്ങിയ രീതികളാണ് അതാണ് അവലംബിക്കുക. അതിൽ കൊത്തുപണികളുടെ പാറയുടെ പ്രായമല്ലല്ലോ, കൊത്തുപണിയുടെ പ്രായമല്ലേ നോക്കുന്നത്. പാറയുടെ പ്രായം എന്ന് പറയുന്നത് 50,000 വർഷങ്ങൾക്ക് മുമ്പാണ്, ലക്ഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പാണ്. അതിന് കാർബൺ ഡേറ്റിംഗ്. കൊത്തുപണികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വേറെ രീതിയാണ്. ഈ വിവരക്കേടിന് കൈയും കാലും വെച്ചിട്ട് വന്ന് ചർച്ചയിൽ ഇരിക്കുകയാണ്, ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്. ജീവനും ഫിലിപ്പും അലസിപ്പോയ അവതാരകനും. വീണ്ടും ജീവൻ ഫിലിപ്പ് തീർച്ചയായും തോമസ് ലീഗ കൊണ്ടുവന്ന കുരിശല്ല. തോമസ് ലീഗയുടെ കാലത്ത് കുരിശിനെ ആരാധിക്കുന്ന പതിവില്ല. കുരിശിനെ ആരാധിക്കുന്ന രീതി വരുന്നത് ക്രിസ്തുവർഷം 313 മിനാൽ വിളംബരത്തിന് ശേഷമാണ്, 3-ാം നൂറ്റാണ്ടിന് ശേഷം, അതായത് 4-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ജീവൻ ഫിലിപ്പിനോടും അവതാരകനോടും ഒരു ചോദ്യം. മാനിക്കേശത്തിന്റെ സ്ഥാപകനായ മാനി ജീവിച്ചിരുന്നത് ഏത് കാലത്തിലാണ്? അയാൾ എന്നാ ജനിച്ചത്? ക്രിസ്തുവർഷം 216. എന്നാണ് കാരാഗ്രഹത്തിൽ വെച്ച് അയാൾ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടത്? ക്രിസ്തുവർഷം 277. അപ്പോൾ എങ്ങനെയാണ് കുരിശ് മാനിക്കയുടെ സിമ്പിൾ പ്രതീകമാകുന്നത്? നിങ്ങൾ പറയുന്നത് കുരിശ് ആരാധന വിഷയമായിട്ടും വണക്കത്തിന്റെ വിഷയമായതും മാറിയത് 4-ാം നൂറ്റാണ്ടില്, ക്രിസ്തുവർഷം 313 മിലാൻ വിളംബരത്തിന് ശേഷം. അത് ശരിയുമാണ്. മാനി ജീവിച്ചതും മരിച്ചതും അതിന് മുമ്പല്ലേ, 3-ാം നൂറ്റാണ്ടിലല്ലേ. 216 അദ്ദേഹം ജനിച്ചു, 227 കാരാഗ്രഹത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. കുരിശ് ആരാധന വിഷയമാകുന്നത് ജീവൻ ഫിലിപ്പും പറയുന്നു, അവതാരകനും പറയുന്നു 4-ാം നൂറ്റാണ്ടിലാണ്. 3-ാം നൂറ്റാണ്ടിൽ കൊല്ലപ്പെട്ടതാണ് മാനി. 4-ാം നൂറ്റാണ്ടിലാണ് കുരിശ് ക്രിസ്തു ധർമ്മത്തിൽ തന്നെ ആരാധന വിഷയമാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് 3-ാം നൂറ്റാണ്ടിൽ മരിച്ച മാനി 4-ാം നൂറ്റാണ്ടിൽ മുതൽ ക്രിസ്തുധർമ്മത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഈ കുരിശുമായിട്ട് ബന്ധപ്പെടുന്നത്? മരിച്ച് 100 കൊല്ലം കഴിഞ്ഞിട്ടാണോ മാനി കുരിശിലേറിയത്? മാനി കുരിശിലേറിയിട്ടില്ല, കാരാഗ്രഹത്തിൽ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു. ചത്തതിന് ശേഷം അയാളുടെ തല വെട്ടിയെടുത്തിട്ട് നഗര കവാടത്തിൽ കെട്ടിത്തൂക്കുകയായിരുന്നു. ഷാപ്പൂർ 2-ാമൻ രാജാവിന്റെ കാലത്ത് മാനിയെ ജയിലിലിട്ടു. ജയിലിൽ വെച്ചിട്ട് മർദ്ദിച്ചപ്പോൾ ചത്തുപോയി. ചത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തല വെട്ടിയെടുത്ത് നഗര കവാടത്തിൽ മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടി തൂക്കിയിട്ടു. ഇതിനെയാണ് മാനിയുടെ പീഡാസഹനവും സ്വർഗാരോഹണം എന്ന് പറയുന്നത്. സ്വർഗാരോഹണം എന്ന് പറയുന്നത് തല വെട്ടിയെടുത്തിട്ട് നഗര കവാടത്തിൽ തൂക്കിയിട്ട് തന്നെയാണ്, അല്ലാണ്ട് സ്വർഗത്തിലേക്ക് പോയത് തന്നെയല്ല. മാനിക്കേശം ഒന്ന് പഠിക്കാമായിരുന്നു ജീവൻ ഫിലിപ്പേ, മര്യാദയ്ക്ക്. ഞാൻ ചോദ്യം ആവർത്തിക്കുക മനസ്സിലാക്കാൻ വേണ്ടി. മാനി ജീവിച്ചതും മരിച്ചതും 3-ാം നൂറ്റാണ്ടിലാണ്. 216 ജനിച്ചു, 277 കൊല്ലപ്പെട്ടു കാരാഗ്രഹത്തിൽ വെച്ച്. തലയർത്ത്, അതായത് ചത്തു കഴിഞ്ഞിട്ടാണ് തലയർത്തത്. കുരിശിലേറി മരിച്ചതല്ല മാനി.
കുരിശിനെ വണങ്ങാൻ തുടങ്ങുന്നത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നത് പോലെ കറക്റ്റാണത് 313 ശേഷം, മാനി മരിച്ച 50-60 കൊല്ലങ്ങൾക്ക് ശേഷം. അപ്പൊ കുരിശ് ആരാധന വിഷയമാകും 4-ാം നൂറ്റാണ്ടിലാണെങ്കിൽ 3-ാം നൂറ്റാണ്ടിൽ മരിച്ച ഈ മാനിയും കുരിശും തമ്മിൽ എങ്ങനെയാണ് ബന്ധം വരിക? അതും കാരാഗ്രഹത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട് മർദ്ദിക്കപ്പെട്ട് ചത്തുപോയ മാനി കുരിശുമായിട്ട് എന്ത് ബന്ധം? ജീവൻ ഫിലിപ്പ് ചിലപ്പോൾ പറയും ചൈനയിലെ മാനിക്കേയിസം, അവിടെ ഒരു കുരിശുണ്ട്, അതേക്കുറിച്ച് നമുക്ക് പറയാം. കുരിശൊക്കെ ഉണ്ട് ചൈനയിലെ മാനിക്കേയിസം. അത് ഉണ്ടായത് ക്രിസ്തുവർഷം 10-ാം നൂറ്റാണ്ടിലാണ്, 1-ാം നൂറ്റാണ്ടിലല്ല. ക്രിസ്തുവർഷം 10-ാം നൂറ്റാണ്ടിൽ. അതൊരു ചരിത്രമൊക്കെ ഞാൻ പിന്നെ പറയാം. കുരിശിൽ മരിക്കാത്ത മാനി, കുരിശുമായി യാതൊരു ബന്ധമില്ലാത്ത മാനി, കാരാഗ്രഹത്തിൽ വെച്ച് മർദ്ദിക്കപ്പെട്ടപ്പോൾ കൊല്ലപ്പെട്ട മാനി, അതിനുശേഷം തലയേർത്ത് നഗര കവാടത്തിൽ കെട്ടിത്തൂക്കപ്പെട്ട മാനി. ആ മാനിയുമായിട്ട് ഈ കുരിശിന് എന്ത് ബന്ധം? കുരിശ് ആരാധന വിഷയമാകുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ 313 മിനാം വിളംബരത്തിന് ശേഷം 4-ാം നൂറ്റാണ്ടില്. 3-ാം നൂറ്റാണ്ടില് കാരാഗ്രഹത്തിൽ വെച്ച് മരിച്ചുപോയ മാനിയും 4-ാം നൂറ്റാണ്ടിൽ ആരാധന വിഷയമായി കുരിശും തമ്മിൽ എന്ത് ബന്ധം? ജീവൻ ഫിലിപ്പേ, ഉത്തരം പറയൂ. കുരിശിനെ കുറിച്ചുള്ള മാനിയുടെയോ മാനിക്കേരുടെയോ ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ ജീവൻ ഫിലിപ്പിന്റെ കയ്യിലുണ്ടോ? കുരിശിനെ കുറിച്ച് മാനിയുടെയോ മാനിക്കേരുടെയോ ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ ജീവൻ ഫിലിപ്പിന്റെ കയ്യിലുണ്ടോ? ഇനി ചിരിക്കാനുള്ളൊരു വക ഈ അഭിമുഖത്തിലുണ്ട് കേട്ടോ, അവതാരകൻ. അപ്പോൾ സ്ലീഹന്മാർ കുരിശ് കൊണ്ടുവന്നിട്ടില്ല അല്ലേ? സ്ലീഹന്മാർ കുരിശ് കൊണ്ടുവന്നിട്ടില്ല അല്ലേ? അവതാരകന്റെ ചോദ്യം. എന്തൊരു വിവരക്കേടാണ് ഈ അവതാരകൻ പറയുന്നത്. ആരെങ്കിലും എപ്പോഴെങ്കിലും പഠിപ്പിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തിട്ടുണ്ടോ സ്ലീഹന്മാർ കുരിശ് കൊണ്ടുവന്നുവെന്ന്? തോമാസ് ലീഗ തന്റെ സ്ലീവ കൊണ്ടുവന്നെന്ന് ഏതെങ്കിലും വേദപാഠ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? സഭ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടോ? ഞാൻ മുമ്പ് പറഞ്ഞത് ആവർത്തിക്കുക. ഒരു പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നിങ്ങൾ ഇങ്ങനെയായിരിക്കും പ്രചരിപ്പിക്കുന്നുണ്ടാകുക. പൗവത്തിൽ പിതാവ് പറഞ്ഞു തോമാസ് ലീഗ പാലിസ്തീനിൽ കൊണ്ടുവന്നതാണെന്ന്. അങ്ങനെയല്ല. ഇത് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രചരണമാണ്, അല്ലാണ്ട് ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല, ബോധമുള്ളവരാരും ചെയ്യില്ല. ജീവൻ ഫിലിപ്പ്, കുരിശ് അവമാനപാത്രമായിരുന്നു, അതിന് തെളിവുകളുണ്ട്. കുരിശാരാധകരെ കളിയാക്കാനുള്ള ചിത്രങ്ങളാണ് കണ്ടുകിട്ടിയിട്ടുള്ളത്. കഴുതകളുടെ രൂപമായിട്ട് തൂങ്ങിക്കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കാനായിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഇതിൽ കുറച്ച് സത്യമുണ്ട്, സംശയമൊന്നുമില്ല. കുരിശ് തീർച്ചയായിട്ടും അവമാനപാത്രമായിരുന്നു. പക്ഷെ മുഴുവൻ സത്യം ഇതിനകത്തില്ല. അതേക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. കുരിശിന്റെ കുറിച്ചൊക്കെ നമുക്കിപ്പോൾ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഞാനൊരു പുസ്തകത്തിൽ ഇതെല്ലാം ഒരു പുസ്തകമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പുതുഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം. നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് പഠിക്കുകയും ചെയ്യാം. ഈ കുരിശ് അവമാനപാത്രമാണ്, അത് സത്യമാണല്ലോ. കഴുതകളുടെ രൂപമായിട്ട് തൂങ്ങിക്കിടക്കുന്ന ആളുകളെ ചിത്രീകരിക്കുന്നതാണ് കുരിശകൾ. ഇതൊക്കെ നിങ്ങൾ സമ്മതിക്കണം. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഏകൻ ന്യൂസും സത്യദീപവും എറണാകുളം അങ്കമാലി അതിരൂപിലെ വിമത വൈദ്യരും ഈശ തൂങ്ങിക്കിടക്കുന്ന കുരിശ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത്? നിങ്ങൾ പറയുന്നതാണ് കഴുതകളുടെ ഇതിൽ തൂങ്ങിക്കിടക്കുന്നത്, കഴുതകളുടെ രൂപമായിട്ട് തൂങ്ങിക്കിടക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കാൻ വേണ്ടിയാണെന്നാണ്. അതല്ലേ ജീവൻ ഫിലിപ്പും പറഞ്ഞത്, ഏകൻ ന്യൂസ് പറയുന്നത്, സത്യദീപം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈശ തൂങ്ങിക്കിടക്കുന്ന കുരിശ് വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തിനാണ്? കഴുതകളുടെ രൂപമായിട്ട് തൂങ്ങിക്കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കാൻ വേണ്ടിയാണെങ്കിൽ എന്തിനാണ് ഈശ തൂങ്ങിക്കിടക്കുന്ന കുരിശ് വേണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ വാശി പിടിക്കുന്നത്? നിങ്ങൾക്ക് ഈശോ മിശിഹ കഴുതയാണ് അല്ലേ? അതല്ല അതിന്റെ കാര്യം. ജീവൻ ഫിലിപ്പ്, കുരിശ് ആരാധനാ പാത്രമാകുന്നത് കോൺസ്റ്റന്റൈൻ ക്രിസ്തു ധർമ്മത്തിലേക്ക് വന്നതിന് ശേഷമാണ്. ചക്രവർത്തിയുടെ വിളംബരം, മിനാൻ വിളംബരം വന്നതിന് ശേഷമാണ് 313. പാഹവി കുരിശും ക്രിസ്തു മതവുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇത് ആരുടേതാണെന്ന് ചോദിച്ചാൽ അതിൽ നാം ആശ്രയിക്കേണ്ടത് ആധുനിക പണ്ഡിതരുടെ പഠനങ്ങളെയാണ്. അപ്പോ ജീവൻ ഫിലിപ്പിനോട് വീണ്ടും ഒരു സംശയം. 1547 ഈ മാർ തോമസ് ലീവ കണ്ടെടുത്തുവെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു.
350 സംവത്സരത്തോളം അതിൽ ലിപി ഏതാണെന്ന് ആർക്കും അറിയില്ലായിരുന്നുവെന്നും നിങ്ങൾ സമ്മതിക്കുന്നു. അത് പാഹലബിയാണെന്ന് ആദ്യമായി കണ്ടെത്തിയത് AC ബെർണൽ ആണ്. അതും 1873. 17ഓളം തർജ്ജമകൾ അതിനുണ്ടായെങ്കിലും ഒന്നും മറ്റൊന്നിനും യോജിക്കുന്നില്ലെന്നും നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ പറയുന്നു ആധുനിക പണ്ഡിതരുടെ നിഗമനം ശരിയാണെന്ന്. അതെങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? ഇത്രയും കൊല്ലമായിട്ട് അത് കൃത്യമായിട്ട് എന്താണെന്ന് പറയാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ ഈ ആധുനിക പണ്ഡിതരുടെയും വ്യാഖ്യാനങ്ങൾ, തർജ്ജമകൾ ശരിയാണെന്ന് ഊഹിക്കാൻ നമുക്ക് പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? ഇത് വെറും അഭിപ്രായം മാത്രമല്ലേ? മാത്രമല്ല, അതും നിരീശ്വരന്മാരുടെയും സഭാവിരുദ്ധരുടെയും പക്ഷം ചേർന്നിട്ടുള്ളവരുടെ അഭിപ്രായം. അപ്പൊ അത് ഞങ്ങൾ വിശ്വാസികൾ എന്തിനാണ് അതിന് വില കൊടുക്കുന്നത്? ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾ നിരീശ്വരന്മാരുടെയും സഭാവിരുദ്ധരുടെയും അഭിപ്രായത്തിന് ഞങ്ങൾ ഈശ്വരിൽ വിശ്വസിക്കുന്നവര്, ഈശോമിശയിൽ വിശ്വസിക്കുന്നവര് എന്തിനാണ് അതിന് മുൻതൂക്കം നൽകുന്നത്? എന്തിനാണ് അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നത്? നിങ്ങൾ നിരീശ്വരന്മാർക്ക് ഒരു അജണ്ടയില്ലേ? സഭാവിരുദ്ധർക്ക് ഒരു അജണ്ടയില്ലേ? ആ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയുള്ള തർജ്ജമയല്ലേ നിങ്ങൾ നൽകുന്നത്? അത് സത്യമാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും? എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ജീവൻ ഫിലിപ്പും, അവതാരണും, ഏകൻ ന്യൂസും, സത്യദീപും, മുൻപ് അസീസിയും. ഇവരൊക്കെ ഒരു ഇല്ലേ ഇരട്ടപ്പെട്ടെന്ന് ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലായ? ഏകൻ ന്യൂസും സത്യദീപും പണ്ട് PK മാത്യുവിന്റെ ലേഖനം പൊക്കിപ്പിടിച്ച് നടന്നു 1992 മാനിക്കായും കുറിച്ചാണ് മാർ തോമസ് ലീവ. ഇപ്പോ സത്യദീപവും ഏകൻ ന്യൂസും വന്നിരിക്കുകയാണ് ജീവൻ ഫിലിപ്പിന്റെ ഒരു ജീവനില്ലാത്ത ഒരു പുസ്തകവുമായിട്ട്. എന്നിട്ട് മാനിക്കായും കുറിച്ചാണ് മാർ തോമസ് ലീവ എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് സഭയിൽ സംഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നത് ക്ഷമിക്കണം. 1971 PV മാത്യു മാർ തോമസ് ലീവ മാനിക്കാനാന്ന് പറഞ്ഞു. ഏതാനും പള്ളികളിൽ അന്ന് മാർ തോമസ് ലീവയേ ഉള്ളൂ. 1992 PK മാത്യു ഏറ്റുമാനൂര്, അങ്ങോര് ഇത് മാനിക്കായും കുറിച്ചാണ് മാർ തോമസ് ലീവ എന്ന് പറഞ്ഞു. അപ്പൊ അനേകം പള്ളികളും മാർ തോമസ് ലീവയായി. ഇപ്പൊ ജീവൻ ഫിലിപ്പ് 2025 സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് പറയാണ് മാർ തോമസ് ലീവ മാനിക്കാനാണ്. അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർ ഒഴികെ ബാക്കി എല്ലാവരും മാർ തോമസ് ലീവ ഉപയോഗിക്കാൻ തുടങ്ങി. നിങ്ങൾ വേറെ ആളുകളെ കൊണ്ടുവരൂ. ഈ നിരീശ്വരന്മാരെയും സഭാവിരുദ്ധരെയും കൊണ്ടുവന്ന് ഏകൻ ന്യൂസും സത്യദീപത്തിൽ എഴുതിക്കൂ. അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും മാർ തോമസ് ലീവ ഉണ്ടാകും. അങ്ങനെയാണ് കർത്താവിൽ വിശ്വസിക്കുന്നവരും സഭയും നിങ്ങളുടെ ഈ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളോടും നിരീശ്വര വാദഗതികളോടും യുക്തിവാദങ്ങളോടും പ്രതികരിക്കുന്നത്. ആരാണ് വിജയിക്കുന്നതെന്ന് നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ വിലയിരുത്തുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.